ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ബുയാ പാസും കാര്യങ്ങളും എടുക്കാന്ന് ഓർത്താണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും എലൈറ്റ് പാസ് കൊടുത്തിട്ടില്ല, ബുയാ പാസ് കൊടുത്തിട്ടില്ല. ഒരു വട്ടം എലൈറ്റ് പാസ് ഫ്രീ ആയി കൊടുത്തിട്ടുണ്ടായി. ആ ഒരു ടൈമിൽ ഞാൻ ഗെയിമിൽ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ബുയാ പാസും കാര്യം എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ DND മോഡും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്, എന്ന് വെച്ച് ഇൻവൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിൽ ഇതുവരെയും ലെവൽ പാസ് എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ. അപ്പൊ ലെവൽ പാസ് കൊടുക്കണം, ആ കണക്കിന് നമുക്ക് ഇത് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ ലെവൽ പാസ് കാര്യങ്ങൾ എടുക്കാനായിട്ട് 190 രൂപ മതി. ഞാനിപ്പോ 190 റെഡീമ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ റെഡീമ് കിട്ടും. അപ്പൊ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും റെഡീമ്. അപ്പൊ നിങ്ങളത് റെഡീം ചെയ്തിട്ട് ഒന്ന് വന്ന് DM-ൽ അല്ലെങ്കിൽ കമന്റിൽ തന്നെ പറഞ്ഞേക്കാം. അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതും കാര്യം എടുക്കണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഗെയിമിലേക്ക് പൈസ പൊട്ടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബുയാ പാസ് എടുക്കാൻ വേണ്ടി ലെവൽ പാസ് എടുത്തിട്ടുണ്ട്. 800 ഡയമണ്ട് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. പിന്നെ ഈ ഒരു പ്രാവശ്യം കൂടി ലെവൽ പാസ് എടുക്കാൻ പറ്റുമെന്നൊക്കെ ചിലർ പറയണ്ടായി. ഇങ്ങനെ ലെവൽ പാസ് ഒരു വട്ടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എടുക്കാൻ പറ്റുമെന്നൊക്കെ പറയണ്ടായി. അപ്പോൾ മെയിൽ വന്ന് അക്കൗണ്ടിൽ നിന്ന് പൈസ ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് റെഡിയും കൂടി ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. അതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ മാക്സിമം ഇതാക്കുക. പിന്നെ ഇതിൻ്റെ ആനിമേഷൻ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുവരെ വീക്കിലി മന്ത്ലി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ലെവൽ പാസിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ലെവൽ പാസ് കഴിയപ്പോൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും ലെവൽ പാസിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ലെവൽ പാസ് അവിടെ കാണാനില്ല. നമുക്ക് ലെവൽ പാസ് എന്ന് പറഞ്ഞ സംഭവമേ അവിടെ ഇല്ല. ഇപ്പം നമ്മുടെ അക്കൗണ്ടിലാണെങ്കിൽ 804 ഡയമണ്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഡയമണ്ട് വെച്ച് നമുക്ക് ഇവിടെ ഇത് ചെയ്യണം, ബുയാ പാസ് എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി ബുയാ പാസിൻ്റെ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഇവിടെ ബുയാ പാസിൻ്റെ സെക്ഷനിലാകുമ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു ഇത് കാണിക്കേണ്ട ഇവിടെ മറ്റേ എക്സ്ട്രാ ഇത് കിട്ടൂലെ ക്ലെയിം, ആ സംഭവം ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 92 വരെ ഞാനിപ്പോൾ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്, കളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇമോട്ട് വരെ കിട്ടും. ബോയ് ബണ്ടിൽ കിട്ടാനായിട്ട് കുറച്ചുകൂടി കളിക്കണം. അപ്പോൾ ബോയ് ബണ്ടിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യായിരുന്നാണ്, സബ്ബടിക്കാത്തൊരു സബ്ബടിക്കും. പിന്നെ വലിയ രസമില്ലെന്ന് അറിയാം ഈ ഒരു ബുയാ പാസ്. പിന്നെ ഇതുവരെ ബുയാ പാസ് എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് ഒരു ബുയാ പാസിൻ്റെ ഇമോട്ടും ബണ്ടിലൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ബുയാ പാസ് എടുക്കാം. 399 ഡയമണ്ടാണ് നമുക്ക് വേണ്ടത്. 49 അല്ല, 399 ഡയമണ്ടാണ് എനിക്ക് വേണ്ടത്. പയ്യെ അങ്ങനെ ബുയാ പാസ് അങ്ങോട്ട് ഞെക്കി എടുക്കാം. നമുക്ക് ഇത്ര റിവാർഡും കാര്യം കിട്ടും. നമ്മളാണെന്നുണ്ടെങ്കിൽ ബുയാ പാസ് എടുത്തിട്ടുണ്ട്. ഒരു ആനിമേഷൻ അങ്ങനെ എന്താ ഭംഗി! ഹൗ പ്രീമിയം എന്ത് ഭംഗിയാണല്ലോ കേസ് ഈ ആനിമേഷൻ കാണാൻ. മൈ ഫസ്റ്റ് ടൈം ബുയാ പാസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റേ ഇവിടെയൊക്കെ വരുമ്പോൾ ഓരോ സംഭവങ്ങളൊക്കെ ഇനി നമുക്ക് ക്ലെയിം ഓളേക്കാം. എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റണമായിരുന്നു. അത് ആദ്യമേ തന്നെ എടുക്കണമായിരുന്നല്ലേ. നമുക്കവിടെ ക്ലെയിം ചെയ്യുന്ന അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ട് 2 അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇമോഷണൽ അങ്ങനെ കണ്ട് തരാം. ഇതിൻ്റെ അത് ഇത്ര സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഈ അടുത്തത് നിന്ന പരിപാടി ഇതിൻ്റെ സംഭവം പെർമനൻ്റ് അടിച്ചിട്ടാ. ഈ ഹീലിംഗ് പിസ്റ്റലിൻ്റെ സാധനമാണെങ്കിൽ പെർമനൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എക്വിപ്പ് ചെയ്യാം. ബാക്കി ഇതെന്താ സംഭവം, പെറ്റിനെ എടുക്കണം. അതിൻ്റെ അകത്ത് പെറ്റിന് ഇപ്പം എൻ്റെ ഓൾറെഡി എല്ലാ പെറ്റും അൺലോക്കഡ് അല്ല. അപ്പം നമുക്ക് ഇവിടുന്ന് ആദ്യം ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ അങ്ങനെ എടുക്കുക. ടോക്കൺ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഉപകാരപ്പെടും ടോക്കൺ. നമുക്ക് പെറ്റിന് ഇപ്പം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പെറ്റിനെ എടുക്കാനുള്ള ഇതെന്താണത്, ഇവൻ വെറ്റിട്ട് ഈ DND മോഡിൽ നിന്ന് മാറിയിട്ടില്ല. നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് എക്വിപ്പ് ചെയ്ത് കാണിച്ചു തരാം. മറ്റേ സാധനം അൺലോക്കായി ഗൈസ്. മറ്റേ സംഭവം കണ്ട അൺലോക്കായി. ഞാനത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായ. ഇപ്പൊ എനിക്ക് ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ കെല്ലി മോളെ ഞാനിപ്പോൾ ഇവിടെ ഇടുന്നുണ്ട്. എന്താണത് വീണ്ടും DND മോഡിൽ നിന്ന് മാറ്റിയതാണല്ലോ. DND മോഡ് ആക്കിയതാണല്ലോ. DND മോഡിൽ തന്നെ നടക്കണം. പിന്നെ ഇവനെങ്ങനെ ഇൻവൈറ്റ് ഇടണം? ഇതെന്ത് വാങ്ങാ ഉണ്ടംപൊരി. ഒന്നുകൂടി DND മോഡ് ഇട്ട് നോക്കാം. എന്തൊക്കെ ഗ്ലിച്ചാണ് കരീന കാണിക്കണത്, എന്തൊക്കെ തരം ഗ്ലിച്ച് കാണിക്കണ കരീന. അപ്പോൾ നമുക്ക് പയ്യ നമ്മുടെ സംഭവം അങ്ങോട്ട് ഇതിടാം. ഫീമെയിലിൻ്റെ തല കൊള്ളാം ഗൈസ്. ആ തലയിലുള്ള ഒരു സംഭവം കൊള്ളാം. പക്ഷെ ആ ഒരു സംഭവം ഇല്ലാത്തത് നല്ലതാണ്. എന്താ പറയാ, പിന്നെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ഫീമെയിൽ ബണ്ടിൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ബോയ് ബണ്ടിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. നമുക്ക് ഏതിൽ 2-3 ക്യാരക്ടർ സ്കില്ല് വെച്ചിട്ട് നമുക്ക് ഊക്കോങ്ങിനെ വെക്കാം. പിന്നെ നമ്മുടെ മറ്റേ പുള്ളിക്കാരനില്ല ഫോർഡിനെയും വെച്ച് അതൊക്കെ. ഫോർഡ് എവിടെ? ഫോർഡിനെ വെക്കണം. കൈറസിനെ വെച്ചിട്ട് ഫോർഡിനെ വെക്കാം. അപ്പോൾ ഇവിടെ ഫോർഡിന് ഇട്ടളയാ. നമുക്ക് കൈറസിനെ വെച്ചാലുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈറസിന് ഇട്ട വെസ്റ്റ് വെട്ടണ കേസ് ഉണ്ടല്ലോ. അതുകൊണ്ട് കൈറസ് സെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഗൺ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ നമ്മുടെ പിസ്റ്റൽ എവിടെ കിടക്കണേ, പിസ്റ്റിൻ്റെ മെയിൽ മറ്റേ ഇതിൻ്റെ അവിടെ പിസ്റ്റലിൻ്റെ സ്ഥലത്ത് കിടക്കണല്ലേ. ഏത് മൂഡ് ഇതിന് ഈ സ്കിന്നുള്ള നല്ലതാണ്. ഇത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ റയറായിരുന്നു വരും ഈ സ്കിന്ന്.
ചിലപ്പോൾ റിട്ടേൺ ഗരീനയുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ റിട്ടേൺ കൊണ്ടുവരും. മനസ്സിലായ? നമ്മളാണെങ്കിൽ അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ 405 ഡയമണ്ട് ഉണ്ട്. അടുത്ത ബുയാ പാസ് എടുക്കാം. പിന്നെ ഈ ഒരു ഡയമണ്ട് വെച്ച് ഒന്നും ചെയ്യാതിരിക്കണം എന്നാണ് എൻ്റെ മനസ്സിനോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മൈൻഡ് ആയതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അടുത്തവിടെ ഉപയോഗിച്ച് കളയും. അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ. പിന്നെ വേറെ എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. ഓ ബാക്ക് ഉണ്ട് ഗൈസ്. ബാക്ക് വലിയ മെനയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഡിസ്പ്ലേ ഇട്ടേക്കാം. ലൂട്ട് ബോക്സും കുഴപ്പമില്ല. ഇത് എന്നിട്ടാ മറ്റേ സ്കൈ ബോർഡ് വലിയ ഇതൊന്നും ഇല്ല. പിന്നെ വെഹിക്കിൾ ഉണ്ടല്ലോ, ബൈക്ക് ഉണ്ട്. ബൈക്കിന്റെ സ്കിന്ന് വലിയ മെനയൊന്നുമില്ല. ഇത്തിരി നല്ലത് കൊടുക്കാറുണ്ട്. ഓ മറ്റേ ഫ്രാഗ്നൻസ് കിട്ടിയില്ലേ ഇതിന്റെ. ഇനി 5 കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു മാജിക് ക്യൂബ് കിട്ടി. ഏത് മൂഡ് ഇത് നമുക്ക് അവിടെ സ്പിൻ ചെയ്യാം. വല്ലതും കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഈ M249 അല്ലേ ആ തോക്കിൻ്റെ അതോട് ഇതാക്കി വെച്ചേക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇതിൻ്റെ അകത്ത് വൗച്ചർ വെച്ച് സ്പിൻ ചെയ്യാൻ നല്ലത്. ഗോൾഡ് വെച്ച് കൊടുക്കണേൽ നല്ലത് വൗച്ചർ വെച്ച് കൊടുക്കുന്നത്. ഇത് പെർമനന്റ് അടിച്ചല്ലോ. എന്താണ് കഴിയുന്നത്? ലക്കാണല്ല. അപ്പൊ ഇത് ലാസ്റ്റ് സ്പിന്ന് കഴിഞ്ഞ് അത് MB40 ആവശ്യമുള്ള സമയത്ത് ഈ സാധനം കിട്ടൂലായിരുന്നു. അപ്പൊ ഇനി FF ടോക്കൺ കുറവാണ് ഗൈസ് അക്കൗണ്ടിൽ. അപ്പൊ ഇനി എന്താക്കാം? ഇനി നമുക്ക് ലോങ് വൂൾഫ് പോയി നിങ്ങൾക്ക് ഈ ബണ്ടിലിട്ടൊരു ഗെയിം പ്ലേ കാണണ്ടേ? നമുക്ക് ലോങ് വൂൾഫ് പോവാം. മനസ്സിലായ? അപ്പൊ ഇനി ആ ഇമോട്ട് സ്ലോട്ടിലേക്ക് ഇമോട്ടൊക്കെ കയറ്റി വെക്കണം. എനിക്കെന്ന് വെച്ചാൽ വീഡിയോ ഓവർ ലെങ്ത് ആവുന്നതുകൊണ്ട് പല സീനും നിങ്ങൾ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ കുറച്ചൊക്കെ അങ്ങനെ ലൈവ് ഇടുന്ന കൂട്ട് അങ്ങനെ ഇട്ടുന്നത്. എന്താ വെച്ചാൽ ലൈവ് ഇടുന്ന പോലെ നമുക്ക് എളുപ്പമാണ്. ലൈവ് ഇടാൻ നമുക്ക് എളുപ്പമാണ്. ഞാൻ ലൈവിൽ വെച്ച് ചെയ്യണമെന്ന് ഓർത്തത്. പിന്നെ ലൈവിൽ വെച്ച് ഈ പാസ്വേഡ് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് അടിക്കണോ അല്ലാന്ന് ആലോചിച്ചിട്ടാണ് വേറെ വീഡിയോ ഇട്ടത്. ക്ലൂ ആള് കിട്ടി നമുക്ക് അപ്പുറത്ത് ന്യൂബനാണ് ചാൻസ് കൂടുതൽ. ഇത് ആരോ ചെയ്തിട്ടുണ്ടല്ലോ. അക്സെപ്റ്റ് ആക്കി വിട്ടേക്കാം. കേറാ അടിയാ. ആ ന്യൂബനാണ്. പഴയ ഗോൾഡ് റോയില് നല്ലൊരു അടി എനിക്ക് തന്നായിരുന്നു. പക്ഷെ ആ ഫോർഡിനിട്ടോണ്ട് അവൻ കിളി പോയി. എന്തുവാണ് ഇവന്റെ കിളി? അതേ ബുയാപ്പാസ് ഇട്ട സാധനം കണ്ടോടാ സൈഡിൽ കണ്ട? അതാണ് ബുയാപ്പാസ് എടുത്ത. നിങ്ങൾ എത്ര പേര് ഈ ബുയാപ്പാസ് എടുത്തു കമന്റ് ചെയ്യണേ. ആരാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് സമയത്ത് ആരും സ്പെക്ക് കയറിയിട്ടുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇത് മറ്റേ നമ്മൾ അക്സെപ്റ്റ് ആക്കി വിട്ട പ്ലെയർ അവിടെ കിടക്കട്ടെ. ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ ബുയാപ്പാസും കാര്യങ്ങളും എടുക്കണത്. എനിക്ക് ആഗ്രഹം ഉണ്ടായി പണ്ടേ ലേറ്റ് പാസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലേറ്റ് പാസ് എന്ന് പറഞ്ഞ സാധനം നല്ല ഡാമേജ്. എലൈറ്റ് പാസ് ഞാൻ എടുത്തിട്ട് പോലും ഇല്ല. ഞാൻ ഫ്രീ ആയി കൊടുത്ത എലൈറ്റ് പാസ് അതെടുത്ത. പിന്നെ ഒരു ഡയമണ്ടിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എലൈറ്റ് പാസ്. അതുപോലും ഞാൻ എടുത്തിട്ടില്ല പണ്ട്. മനസ്സിലായ? എലൈറ്റ് പാസ് അന്നെന്നൊക്കെ പറഞ്ഞ ഫണ്ട് പൊട്ടിക്കാൻ ഭയങ്കര ഇതാണ്. പിന്നെ ആ ഇനാക്റ്റീവ് എന്റെ തല അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ടുള്ള സമയത്താണ് ഞാൻ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കണായിരുന്നത്. പിന്നെ അന്നേരം എന്തിട്ടാ അങ്ങനെ നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ സംഭവം അറിയാതെ നമ്മൾ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറണമെങ്കിൽ ഇതാണ്. അപ്പൊ ഇപ്പൊ M18 എടുത്ത് നമ്മൾ പയ്യെ കളി കണ്ടിട്ട് പിന്നെ റെഡീം കോഡിന്റെ കേസ് മറന്നു വരുന്നു. റെഡീം കോഡ് ഉണ്ട് വീഡിയോയുടെ ഇടയിൽ. ലക്കുള്ളവർക്ക് അത് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവനെ പയ്യെ അടിക്കുക. ചത്തില്ല ഒരു എന്താ ചാവാത്തെ? എനിക്കിട്ട് കിട്ടി. എന്താ അവനെ റെഡ് ഡാമേജ് ആയിട്ട് എന്ത് ഫേക്കാണത്? ഫ്രീ ഫയർ ഷോക്ക് ഓടിക്കണം. ഭയങ്കര ഷോക്ക് ഓടിക്കണം. ഒരു മെഡിക്കിറ്റ് അടിച്ചിട്ട് വയ്യാൾ കയറി ചെല്ല അവൻ്റെ അടുത്തേക്ക്. ഇതേ വന്ന് വീണ്ടും കയറി കയറാണ്. എടാ ഇവന് ഊഞ്ഞാലിട്ട് പോണത് ഇവന് എന്ത് നായിയാണ്? അതുപോലെ ഗ്ലൂ ആയിട്ട് അവിടെ കവർ ഇട്ട് വെക്കുക. എന്നിട്ട് അവിടെ നിന്നാണ് കയറാം. കവർ എടുത്തിട്ട് കയറി അടിക്കണമെന്നുണ്ടെങ്കിൽ സീൻ ഉണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ തന്നെ നമ്മൾ കളി കളയണത്. നേരെ അടിക്കുക. അവനങ്ങനെ ലോങ്ങിലാണ്. അവനങ്ങനെ ഇത് അവിടെ അയ്യോ ഇവിടെ വന്നവൻ. പിന്നെ ആ സാധനം ഇട്ട് വന്നു അടി. ചത്ത്. ഭാഗ്യം കൊണ്ടവൻ ചത്ത്. എന്താണ് മൂടൊക്കെ കാണണ്ടല്ലോ അങ്ങനെ. അപ്പൊ നമ്മള് ഇമോട്ട് സ്ലോട്ട് നോക്കട്ടെ. ഇമോട്ടിൽ അവിടെ കിടപ്പുണ്ടല്ലോ മറ്റേ സാധനം. ഇത് വരക്കണേ എന്തൊരു ചേച്ചി എന്നാ വരക്കണേ എന്നാ ആരുടെ മോറാണോ വരക്കണേ? എന്തോ ഒരു സാധനം കൊള്ളാം കഴിച്ച്. ഇമോട്ട് വലിയ ഗുമ്മില്ലെങ്കിലും കൊള്ളാം. അത്രേ പറയാനുള്ളൂ. ഇമോട്ട് അടുത്ത മാസത്തേലെ ഇമോട്ട് ഉണ്ടാവൂല. കേറാ ഷാളോ അല്ല. ഇവിടുന്ന് മെഡിക്കേറ്റ് അടിച്ചിട്ട് പതുക്കെ ഏസായാലും കൂടെ വന്നതാവോ കറക്കറ. അടി. ചത്തില്ല. പൊട്ടനാണ് അവൻ. പൊട്ടനാണ് അവൻ. നൂബനാണ് എന്തായാലും. എന്നെ പോലെ തന്നെ നൂബനാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അവനെവിടെ എവിടെ 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 അതേ ഓടി കിടക്കണം. മണ്ട എവിടെ പൊട്ടന അവനെ കുനിഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ. എന്നെ പോലെ പൊട്ടനാണ്. പൊട്ടന്മാരെ ഗെയിം പ്ലേ എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായ? അപ്പൊ ഇനി എന്തിട്ടാ പരിപാടി? ഇനി നമുക്ക് ഇമോട്ടൊക്കെ എക്വിപ്പ് ചെയ്ത് നോക്കണം. ഇപ്പൊ കുറച്ച് ഇമോട്ട് കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇമോട്ടൊക്കെ എക്വിപ്പ് ചെയ്ത് നോക്കണം. കൊള്ളാം. എന്താണ് ഒരു സാധനം കുഞ്ഞിക്കുന്ന പോലത്തെ. MB40 അവന്റെ കുത്തിപ്പിടി ആയിരിക്കുള്ളൂ. അവന്റെ അമ്മൂമ്മയുടെ കുത്തിപ്പിടി എന്ന് പറഞ്ഞാൽ കുത്തിപ്പിടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പിടിയൻ എന്ന് പറഞ്ഞ ഇവനായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ പിടിയൻ. പിന്നെ ലൈക്ക് ടാർഗറ്റ് ഉണ്ട് കേട്ടോ. ഒരു 10 ലൈക്ക് ലൈക്ക് ടാർഗറ്റ്. മാക്സിമം ലൈക്കൊക്കെ നമുക്ക് സപ്പോർട്ട് അടിക്കുക. ഓക്കെ. പിന്നെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ന്യൂസിന് അവിടെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഉണ്ടാവും. ക്ഷമിക്കുക.
എത്തിക്കേ അതേ മോളിൽ കയറിക്കണ്. താഴത്തേക്ക് താഴത്ത് എൻ്റെ ആണെങ്കിൽ 1 MP40 ഇത് പറഞ്ഞപ്പോ കിട്ടി ഗൈസ്. അതാണ് അതിലും വലിയ വിറ്റ്. 1 MP40 മറ്റേ സാധനം തുറന്നപ്പോ കിട്ടി. ഇനി എവിടെ 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 ഓ ബാക്കി വന്നി ബാക്കി കൂടെ വന്നു. ഇനി ഒരു ഡ്രോപ്പ് കൂടി വന്ന് കിടപ്പുണ്ട്. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു 79 തരയണമെന്നുണ്ടെങ്കിൽ റെഡിയും കൂടെ തരയണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് എടുക്കാറുണ്ട്. തീർത്ത് തല അടിച്ചിട്ട് ഏത് മെടുപ്പൊളി അവനെ അങ്ങോട്ട് ഫിനിഷ് ആക്കി വിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. വീഡിയോസ് കണ്ടല്ലോ നിങ്ങൾ, ഇമോട്ടും കാര്യങ്ങളും. പിന്നെ ഞാൻ കൂടുതലാണ്ട് ഓവറാക്കി ചളവക്കിന്ന് അറിയാം. വീഡിയോക്ക് ഇത്തിരി ലെങ്ത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അത്രയൊക്കെ തന്നെ. അപ്പൊ റെഡിയും കോഡ് ഒളിച്ചെടുപ്പുണ്ടാവുന്ന കണ്ടുപിടിച്ച് എടുത്തേക്ക്. ഓക്കെ ബൈ.